ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റ് ആണ്. അപ്പൊ ആദ്യത്തെ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ രണ്ടാമത്തെ പ്ലാന്റ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു പ്രോഡക്റ്റ് കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ലക്കി ബാമ്പുവിന്റെ 3 ലെയർ പ്ലാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഇത്രയും ബുഷിയായിട്ടും അടിപൊളിയായിട്ടുള്ള 3 ലെയർ പ്ലാന്റ് റീസ്റ്റോക്ക് ആവുന്നത്. ഇപ്പൊ ഇനിയിപ്പോ ചിങ്ങത്തിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ പാലുകാച്ചിന് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഓഫീസ് സ്പേസിൽ അല്ലെങ്കിൽ കിഡ്സിന്റെ സ്റ്റഡി റൂമിലൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വളരെ മെയിൻ്റെനൻസ് കുറഞ്ഞ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ലക്കി ബാമ്പു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 3 ലെയറിലുള്ള നല്ല ബിഗ് സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അതാ ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റും അതേപോലെ തന്നെ ഒരുപാട് ലീവ്സോട് കൂടി നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടൊക്കെയുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ഇതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത്. ഇതിന്റെ ലീവ്സ് ഒക്കെ നല്ല ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളെ മൂന്നാമത്തെ ലെയറിലുള്ള പ്ലാന്റിന് തന്നെ ഏകദേശം ഈ ഒരു അത്രയും ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സാധാരണ സ്റ്റോക്ക് വരുമെങ്കിലും ഇത്രയും ഹൈറ്റിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന്റെ ഈ ഒരു ഇത്ര ഹൈറ്റിലൊക്കെ പ്ലാന്റ് വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഹൈറ്റിൽ പ്ലാന്റ് വരുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് സ്റ്റെമ്മൊക്കെ ഉള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഈ 3 ലെയർ. എല്ലാ പ്ലാന്റും ഒന്നിനൊന്നും മെച്ചമാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ കണ്ടോ, നല്ല തിക്കായിട്ട് ഉള്ളതാണ്. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം കാണും നമ്മൾ ചെടികളൊക്കെ വളർത്തണം എന്നുള്ളത്. അപ്പോൾ ചെടികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. വളരെ മെയിൻ്റെനൻസ് കുറവിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലക്കി ബാമ്പു എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളൊരു ബൗളിലോ അല്ലെങ്കിൽ ഒരു നോർമൽ പാത്രത്തിലൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മണ്ണിലും നട്ടു വെക്കാവുന്നതാണ്. പിന്നെ വെള്ളത്തിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ മെയിൻ്റെനൻസ് ഫ്രീ ആയിരിക്കും. അതേപോലെ നമ്മൾ വീക്കിലി വൺസ് ഒക്കെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും അത്യാവശ്യത്തിന് ഫെർട്ടിലൈസ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡൈലൂട്ടഡ് ആയിട്ടുള്ള NPK ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഈ NPK. ഇനിയിപ്പോ ഓഫീസ് സ്പേസിലൊക്കെ ആണെങ്കിൽ പോലും സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻ നമുക്കുണ്ടാകും. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്ലാന്റിനാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം ഓൾറെഡി ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതായതുകൊണ്ടിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് സമയമുള്ളപ്പോൾ വാട്ടർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഈ ലക്കി ബാമ്പുവിന്റെ കൂടെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇന്ന് നമ്മുടെ ഇതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ലക്കി ബാമ്പു ഇട്ട് വെക്കാനായിട്ടുള്ള സെൽഫ് വാട്ടറിങ് പോട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ നോർമലായിട്ട് ഗ്ലാസ് ബൗൾസിലൊക്കെയാണ് ഇട്ട് വെക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇത് അതേപോലെ തന്നെ ഒരു സെൽഫ് വാട്ടറിങ് പോട്ടാണ്. അപ്പൊ ഇത് 2 സൈസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഓരോന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ സൈസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ. ഇതാണ് നമ്മളെ ആദ്യത്തെ സൈസ് വരുന്നത്. ഇത് ഒരു ബിഗ് സൈസ് ആണ് കേട്ടോ. അതാ ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ലക്കി ബാമ്പു മാത്രമല്ല മറ്റുള്ള എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും നമുക്ക് ഇതിൽ നട്ടു വെക്കാവുന്നതാണ്. ഇത് സെൽഫ് വാട്ടറിങ് പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ ഈ പോട്ടിൽ പ്ലാന്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇതിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇറക്കി വെക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു തിരിയിലൂടെ ഇതിലുള്ള പോട്ടി മിക്സിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതിൽ അത്യാവശ്യം ഹോളുണ്ട്. ഇപ്പൊ നമ്മൾ പോട്ടി മിക്സ് ഒന്നും ഇല്ലാതെ ഈ ലക്കി ബാമ്പുവിനൊക്കെ ആണെങ്കിൽ നമ്മൾ പോട്ടി മിക്സ് ഒന്നും ഇടത്തില്ലല്ലോ. അപ്പൊ ഇതിൽ അത്യാവശ്യം ഹോളുണ്ട്. അപ്പൊ ഇതിൽ നിന്നുള്ള വെള്ളം നമുക്കിതിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ബൗളിലൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ ഈ ലക്കി ബാമ്പു ഒക്കെ ബൗളിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുക് മുട്ടയിടുന്ന ഒരു പ്രശ്നം വരും. ഇതിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. കാരണം ഇതിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ട് ടോട്ടലി കവർ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇപ്പൊ വന്നിരിക്കുന്ന ലക്കി ബാമ്പുവിന്റെ സൈസ് ഈ പോട്ടിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ്. അപ്പൊ ചെറിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ചില സമയം മോസ്കിറ്റോ മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ തിക്കായിട്ട് ഫില്ലായിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു ചാൻസ് കുറവാണ്. പിന്നെ വന്നിട്ട് ഇതിന്റെ വേറൊരു സൈസ് ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇതിന്റെ ഈ ബിഗ് സൈസ് പോട്ടിൽ വേണമെങ്കിൽ നമുക്ക് താഴെ ഒരു ഫൈറ്റർ ഫിഷിനെയൊക്കെ വളർത്താവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു മീനിനൊക്കെ ഇടുകയാണെങ്കിൽ അതിന് ശ്വസിക്കാനായിട്ട് വായു കയറാനായിട്ടുള്ള എയർ ഹോൾസും ഈ പോട്ടിന്റെ ഇവിടെ ഉണ്ട്. ഒരുപാട് വലിയ ഫിഷ് ഒന്നും ഇടാൻ പറ്റത്തില്ല. നമുക്ക് ഫൈറ്റർ ഫിഷ് ഒക്കെ ആണെങ്കിൽ ഇതിൽ വളർത്താനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് വാട്ടറിംഗ് ബോട്ടിൽ
പോട്ടിംഗ് മിക്സ് നിറച്ചിട്ട് പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിൽ മീൻ വളർത്താനായിട്ട് പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പോട്ടിംഗ് മിക്സിൽ നമ്മൾ ചേർക്കുന്ന ഫെർട്ടിലൈസറുകൾ ചിലപ്പോൾ ഫിഷിന് ശരിയാവത്തില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ നോർമലായിട്ട് വെള്ളത്തിൽ ഇട്ട് മണി പ്ലാന്റ്സ്, ലക്കി ബാമ്പു ഇങ്ങനെയൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ഇതിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ താഴെ ഫിഷിനെ കൂടെ വളർത്താവുന്നതാണ്. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ സൈസ് കൂടെ കാണിച്ചു തരാമേ. അപ്പൊ ആദ്യം നമ്മൾ കാണിച്ചത് ഒരു ആഷ് കളറിലാണ്. അപ്പൊ അത് കുറച്ച് വലിയ പോട്ടാണ്. ഇപ്പൊ രണ്ടാമത്തത് വന്നിട്ട് നമുക്കൊരു വൈറ്റ് കളറിൽ ആണ്. രണ്ടിന്റെയും പോട്ടിന്റെ ഷേപ്പ് വ്യത്യാസമാണ് കേട്ടോ. രണ്ടാമത്തെ പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു വൈറ്റ് കളർ പോട്ടാണ് കേട്ടോ. സെയിം മറ്റേ പോട്ടിന്റെ സെയിം മെക്കാനിസം ആണ്. ഇതിൽ 2 പോട്ട് വരുന്നുണ്ട്. മുകളിൽ നമുക്ക് പ്ലാന്റ് വെക്കാം. ഇതിൽ തിരിയുണ്ട്, അതേ സെയിം തന്നെയാണ്. പക്ഷെ പോട്ടിന്റെ സൈസിലും ഷേപ്പിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാണ് 2 പോട്ട്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ടില്ല, നിങ്ങളെ കാണിക്കാനായിട്ട്. ഇതേപോലെ നമുക്ക് പ്ലാന്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ ലക്കി ബാമ്പാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ വാട്ടറിൽ വളർത്തുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാം. അല്ലാതെ നമുക്ക് പോട്ടിംഗ് മിക്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് പ്ലാന്റ് വേണമെങ്കിൽ വളർത്താം. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക്, ഇതേപോലെ തന്നെ ഓഫീസ് സ്പേസിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പോട്ടാണ് ഈ സെൽഫ് വാട്ടറിങ് പോട്ടെന്ന്. അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന്റെ ടെൻഷൻ ഇല്ല. ഇതിലുള്ള പോട്ടിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റും പിന്നെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന പോട്ടും. അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ 3 ലെയർ ലക്കി ബാമ്പു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 315 രൂപയാണ് കേട്ടോ. 315 റുപ്പീസ് ആണ് വരുന്നത് ഈ പ്ലാന്റിന് മാത്രമായിട്ടാണ്, ഈ ഫുൾ പ്ലാന്റിന്. പിന്നെ പോട്ടിനാണെങ്കിൽ നമ്മുടെ ഈ സ്മോൾ സൈസ് പോട്ടിന് 200 രൂപയും ഈ ബിഗ് സൈസ് പോട്ടിന് 215 രൂപയാണ് കേട്ടോ വരുന്നത്. 200 രൂപ 215 രൂപയാണ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പോട്ടോ പ്ലാന്റോ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും കുറെ ദിവസം കൊണ്ട് ആവശ്യപ്പെടുന്ന എയർ പ്ലാന്റ്സിന്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ സെയിലിനായിട്ട്. ഇത് വന്നിട്ട് യെല്ലോയും അതേപോലെ തന്നെ ഒരു പർപ്പിളും കളർ ഫ്ലവർ വരുന്ന, അല്ലെങ്കിൽ ലീവ്സും ഫ്ലവറും വരുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പൊ ഇതിൽ ഫ്ലവർ ഒന്നുമില്ല, കളർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ യെല്ലോ വന്നിട്ട് കുറച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ലീഫിൽ ചെറിയൊരു യെല്ലോ കളർ പോലെ വരുന്നുണ്ട്. റെഡും നമ്മൾ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാന്നുള്ള 1-2 പ്ലാന്റ്സ് ഉണ്ട്. ഈ ഒരു ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റിന്റെ സൈസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സൈസിലുള്ള എയർ പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള എയർ പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ റേറ്റ് നമുക്ക് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഒരു പ്ലാന്റിന്റെ നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ട്രെയിൽ കാണുന്ന ഈ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമാണ് ഉള്ളത്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ലക്കി ബാമ്പോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് വാട്ടറിങ് പോട്ടോ അല്ലെങ്കിൽ ഈ നമ്മുടെ എയർ പ്ലാന്റ്സോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം.